അങ്ങനെ നമ്മൾ കാപ്രിക്കാട് എക്കോ ടൂറിസം പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള പാണൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. പാണൻകുഴിയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കൊട്ടവഞ്ചി സവാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പാണൻകുഴി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇടത് സൈഡിലേക്ക് കിടക്കുന്ന ഈ ഒരു റോഡേയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. കോടനാട് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ഈ ഒരു വഴിയെ കയറി മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്നാണ് കേട്ടോ നമുക്ക് കൊട്ടവഞ്ചി സവാരിക്കുള്ള ടിക്കറ്റ് കിട്ടുന്നത്. അതുകൂടാതെ പാർക്കിംഗ് ഫീസും അടയ്ക്കണം കേട്ടോ. 4 വീലറിന് 50 രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കൊട്ടവഞ്ചിയിൽ കയറുന്നതിന് 4 പേർക്ക് 600 രൂപ ചാർജും 50 രൂപ പാർക്കിംഗ് ഫീസും കൂടെ കൂട്ടി മൊത്തം 650 രൂപയാണ് കേട്ടോ നമുക്കിവിടെ ചിലവായേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. നമ്മളങ്ങനെ പുഴയുടെ തീരത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അപകട മേഖലയാണ്, പുഴയിൽ ഇറങ്ങരുതെന്ന്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പാണൻകുഴി എക്കോ ടൂറിസം പോയിന്റിലേക്കുള്ള വഴി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ കാണുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് കയറി പോകുന്നത്. കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കിളികളുടെ ശബ്ദങ്ങളും ഒക്കെ കേട്ട് ഇതുവഴിയെ നടന്നു പോകാനായിട്ട് നല്ല രസമാണ്. ഇന്ന് മൊത്തത്തിൽ നടപ്പായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാപ്രിക്കാട് എക്കോ ടൂറിസം പോയിന്റിൽ ഏകദേശം ഒരു 3 മണിക്കൂർ നേരം നടന്നാണ് കാഴ്ചകളൊക്കെ കണ്ടത്. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ പാണൻകുഴി വന്നിട്ട് കൊട്ടവഞ്ചി സവാരി നടക്കുന്ന കടവിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടവഞ്ചി സവാരിക്കും അതുപോലെ തന്നെ ഇവിടെ പുഴയിൽ ഇറങ്ങി കുളിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല എൻജോയ് ചെയ്താണ് കേട്ടോ. അത് ആസ്വദിച്ചാണ് അവരും നമ്മുടെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, യാതൊരു മടുപ്പും കൂടാതെ. ഇവിടെ ഒരു ഏറുമാടം ഉണ്ട് കേട്ടോ. ഒരേ സമയത്ത് 5 പേര് കൂടുതൽ കയറല്ലെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിയാറിന്റെ നല്ലൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുവേ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിയാറിന്റെ ആ ഒരു ഭംഗിയും അതിന്റെ അക്കര സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മലയാറ്റൂർ ഭാഗത്തുനിന്ന് വരുന്നതാണ് കേട്ടോ. മഹാഗണിത്തോട്ടമാണ് കാണുന്നത്. ആ ഒരു ഭാഗത്ത് ധാരാളം പേര് ഈ പെരിയാർ നദിയിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കൊട്ടവഞ്ചിയിൽ പോകുന്നതും ആ ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ രാവിലെ 8 മണിക്കാണ് കേട്ടോ കാപ്രിക്കാട് വന്നത്. അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഈ പാണൻകുഴിയിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റ് നട്ടുച്ച സമയമായിരുന്നു കേട്ടോ. 12:30 സമയത്താണ് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോകുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് റെഡിയായി നമ്മൾ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ 1 ഡേ ട്രിപ്പിന്റെ 5ാമത്തെ എപ്പിസോഡാണ് ഇത്. കൊട്ടവഞ്ചിയിലുള്ള യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ.